ഹലോ, നമ്മുടെ ചലഞ്ചിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന്, അതായത് ലാസ്റ്റ് സെഷൻ വർക്കൗട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്നും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നൊരു അവസ്ഥയൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ ഒരു 10 മിനിറ്റുള്ള വർക്കൗട്ട് സെഷനൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഡ്യൂറേഷൻ കൂടുതലുള്ളൊരു വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, സിമ്പിളായിട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചലഞ്ച്, നമ്മുടെ വർക്കൗട്ടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ, കൂളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ദിവസവും ഫോളോ ചെയ്യുന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ദിവസം ചെയ്യുമ്പോഴാണ് നമുക്ക് ബോഡിയിൽ മാറ്റം ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിലൊക്കെ മാറ്റം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ ക്ലിയർ ആയിട്ട് ചെയ്ത് പോയിക്കോളാം. പിന്നെ നമ്മളെ ലാസ്റ്റ് ഡേ വരെയുള്ള ഡയറ്റിൻ്റെ രീതി എല്ലാം നമ്മൾ കഴിഞ്ഞ ഡയറ്റ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെ ചെയ്യണം, അതായത് ആദ്യം മുതൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യണം. അങ്ങനെ ഒരു 1 മന്തോളം കണ്ടിന്യൂ ചെയ്തോളുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറ്റൊക്കെ ഒന്ന് മാറ്റിക്കൊള്ളുക കേട്ടോ. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 30 സെക്കൻഡ് വർക്കൗട്ടും അതേപോലെ 50 സെക്കൻഡ് റെസ്റ്റിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ മാക്സിമം ഫോളോ ചെയ്യട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളൊരു ടൈമറൊക്കെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു റെസ്റ്റിംഗ് ടൈം മാക്സിമം ഓവർ ആവാതിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ മാക്സിമം ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. I can feel the blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gon' feed them. If you're coming for me, hope you're ready for a demon. I got eyes in the back of my head, I'm seeing. Take me for granted and you know I'm leaving. I'ma take what's mine with the webs I'm weaving. I could take this crowd from seeing to believing. Got a taste for blood and my tongue keeps bleeding. From the words I spit, so sharp, so freezing. So cold, behold, frostbite they feeling. I could tear you apart or I could go heal them. Don't believe in fate, don't believe in ceilings. I just need a taste and my mind starts peeling. I don't pace myself, I grind on kneeling. Got lust for change, I just love the feeling. I ain't gonna give up. Got too little time, I'ma live up. Head down, push forward through the tough times. Cause anything worth doing is a tough climb. And I ain't gonna give up. Got too little time, I'ma live up. Head down, push forward through the tough times. Cause anything worth doing is a tough climb. Cause I'ma live life for the fight, yeah, I'm here to get it. I got drive, got sight, always have a vision. I go by at night, I be in my feelings. I'ma be fine, need time and I'll soon be winning. I live life for the fight, yeah, I'm here to get it. I got drive, got sight, always have a vision. I go by at night, I be in my feelings. I'ma be fine, need time and I'll soon be winning. I can feel the blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gon' feed them. If you're coming for me, hope you're ready for a demon. I can feel the blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gon' feed them. If you're coming for me, hope you're ready for a demon.
അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇത്രയും ദിവസത്തെ ചാലഞ്ച് നമ്മളിന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് വർക്കൗട്ട് സെഷനാണ് ഇതെന്ന് പറയുമ്പോൾ ഓരോ വീഡിയോയിലും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും ആദ്യമായിട്ട് ഇതിൽ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങളോട് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നുള്ളതാണ്. കാരണം ഡയറ്റിലാണെങ്കിലും വർക്കൗട്ടിലാണെങ്കിലും അതിലേതൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇത് കാണാത്തത് കൊണ്ട് പലർക്കും സംശയം വീണ്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് 7 ദിവസം കൊണ്ട് തീർന്നു എന്ന് ഓർത്ത് അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ കുറച്ച് കൂടിയ ദിവസങ്ങളിലുള്ള ചലഞ്ചുകളും കാര്യങ്ങളൊക്കെ നമുക്കിനി ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ യോഗയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ രാവിലെ ഫസ്റ്റ് യോഗയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർക്കൗട്ട് സെഷൻ. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. വർക്കൗട്ട് ആണെങ്കിലും ഡയറ്റ് ആണെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഫോളോ ചെയ്യുക. ഒരുപാട് ഹാർഡ് വർക്കൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഭക്ഷണത്തിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിലും വർക്കൗട്ടിലാണെങ്കിലും മുടങ്ങിപ്പോവാതെ ഇത് ഫോളോ ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പം നിങ്ങൾ ചെയ്യുന്നതിന് റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ആരും വെയിറ്റ് സ്റ്റക്കായിന്നോ വെയിറ്റ് കുറയുന്നില്ല എന്നും പറഞ്ഞ് ഓടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് മാത്രമാണ് വലിയൊരു കാര്യം എന്ന് പറയുമ്പം. നമ്മുടെ ഈ ഒരു ചലഞ്ച് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. കാരണം നല്ല നല്ല കുറേ കമൻസുകളും അതേപോലെ തന്നെ റിസൾട്ട് വന്നതിനെ പറ്റിയൊക്കെ പറയുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഈ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് കിട്ടാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് വേറൊരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഡയറ്റിലാണെങ്കിലും അതെ, ഇപ്പോൾ വർക്കൗട്ടിലാണെങ്കിലും നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഇതിൽ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും വർക്കൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് മാറ്റി നിർത്താം, അല്ലെങ്കിൽ ട്രൈ ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ ഇത് ചെയ്തേ അടങ്ങുമെന്ന് ഓർത്ത് ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മുടെ വർക്കൗട്ട് സെഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു വാമപ്പ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിലേക്ക് കിടക്കുക കേട്ടോ. കൂടുതലായിട്ടും മോർണിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെഷനെക്കുറിച്ചും പൊതുവെ നമ്മുടെ വർക്കൗട്ടിനെ കുറിച്ചും ഡയറ്റിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതോടുകൂടി നമ്മുടെ ചലഞ്ച് കഴിഞ്ഞതായി പ്രഖ്യാപിക്കുകയാണ്. കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, ഒന്ന് ഫോളോ ചെയ്യുക, അതിൽ ചോദിച്ചാൽ മതി. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ടാറ്റ.